ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അലോകെ എന്തൊക്കെ അനുശ്രീയെ പറ്റി പറഞ്ഞിട്ടും ഗോമതി അതൊന്നും വിശ്വസിക്കുന്നില്ല. എൻ്റെ മോൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യത്തില്ല, നീ അവളെ മനഃപൂർവ്വം തട്ടിക്കൊണ്ടു പോയത് തന്നെയാ, എവിടെ എൻ്റെ മോള് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പച്ചി, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഈ ദേവമംഗലത്ത് ഉള്ള അനുശ്രീയെ ഞാൻ എങ്ങനെ തട്ടിക്കൊണ്ടു പോകാനാ? അവൾ സ്വയം എൻ്റെ അടുത്തേക്ക് വരാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് അലോക തിരിച്ചു ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ഗോമതിയും ശരിയാണല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുക. അതുമാത്രമല്ല, അനുവിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് അവളുടെ കല്യാണം ആണെന്നുള്ള ബോധം അവക്കില്ലേലും എനിക്കതുണ്ടല്ലോ. ഇന്ന് അവനെ കല്യാണം കഴിക്കാനായിട്ട് വരുന്ന വരനും കുടുംബവും ഒക്കെ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എല്ലാവരുടെയും മുന്നിൽ ഈ കുടുംബത്തിലുള്ളവർ അപമാനിക്കപ്പെട്ട് നിൽക്കണ്ടല്ലോ എന്ന് കരുതിയാ നിങ്ങളോടൊക്കെ ഉള്ള വിദ്വേഷം മറന്നു വെച്ചുകൊണ്ട് അവളെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് അലോക് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും രാജശ്രീ പറയും, കണ്ടോ, എൻ്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിന്റെ മോളാ എൻ്റെ മോൻ്റെ പിന്നാലെ ചെന്നത്, എന്നിട്ടിപ്പം അവനെ വെറുതെ കുറ്റം പറയുന്നോ എന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ബാലനും ഗോമതിക്കും ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കണേ. അലോകിൻ്റെ കൂടെ അനു ഉണ്ടോന്ന്, നീ എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ലടാ എന്ന് ആകാശും ആര്യനും എല്ലാവരും കൂടി പറയണം കേട്ടോ. ഇനി എന്ത് വിശ്വസിക്കാതിരിക്കണം, അവള് ഇവന്റെ കൂടെ ഉണ്ടെന്നല്ലേ പറയുന്നത് എന്ന് അപ്പോൾ അവിടെ നിന്ന് ആൾക്കാരൊക്കെ പറയാൻ കേട്ടോ. ഇതെല്ലാം കണ്ടും കേട്ടും ആകെ തകർന്നു ബാലൻ നിൽക്കുക. ഇല്ല, തൻ്റെ അനുമോള് തന്നെ വഞ്ചിച്ചുകൊണ്ട് അങ്ങനൊരു തെറ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് ദേവമംഗലത്തുള്ള ഓരോരുത്തരുടെയും വിശ്വാസം. അതുകൊണ്ട് തന്നെ കോമതിയും ബാലനും ഇതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. ഇപ്പൊ രാജശ്രീ പറയും, മക്കളെ അടക്കി ഒതുക്കി വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. പണ്ടൊരിക്കല് നിന്റെ കല്യാണത്തലേന്ന് നീയും ഇതുപോലെ ഒളിച്ചോടി പോയതല്ലേ എന്ന് കോമതിയോട് ചോദിക്കാൻ കേട്ടോ. അപ്പൊ ഗോമതിക്ക് അതിനൊന്നും മറുപടിയില്ല. നിന്റെ മകള് ഇങ്ങനെ കാണിച്ചതിൽ അതിശയപ്പെടാനൊന്നും ഇല്ല എന്ന് അച്യുതനും പറയാം. ഇത് എൻ്റെ മോൻ്റെ പിന്നാലെ ചെല്ലുക എന്നൊക്കെ പറഞ്ഞ അവനായതുകൊണ്ട് അവളെ തിരിച്ചിവിടെ കൊണ്ടുവന്നാക്കി എന്ന് എല്ലാവരും അലോകിനെ പുണ്യാളനാക്കി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും അപമാനിക്കപ്പെട്ട് നിൽക്കുന്നതെല്ലാം അനുശ്രീ വണ്ടിയിൽ നിന്ന് കാണുന്നുണ്ട്. അലോകിനെ അങ്ങനെ ജയിക്കാൻ വിടാൻ പാടില്ല. തന്നോട് ഇത്രയും വലിയ ചതി ചെയ്തിട്ട് അവൻ എല്ലാവരുടെ മുന്നിൽ അത്ര നല്ലവനായിട്ട് നിൽക്കരുത്. എൻ്റെ കല്യാണം എന്തായാലും മുടങ്ങി, പക്ഷെ അവനെ ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊരു വാശി നമ്മുടെ അനുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന ജീവനെ പിടിച്ച് വലിച്ചുകൊണ്ട് ജീവൻ്റെ അമ്മ അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങാം. ഇത്രയും സംസ്കാരമില്ലാത്ത ഈ കുടുംബമായിട്ട് ഒരു ബന്ധത്തിന് വന്നത് ഞാൻ എൻ്റെ മോനോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എൻ്റെ മോൻ്റെ കല്യാണം മുടങ്ങിയത് ഒരു രീതിയിൽ നന്നായി. ഇത്രയും വൃത്തികെട്ട ഒരു പെൺകുട്ടിയായിട്ടുള്ള കല്യാണം നടന്നിരുന്നെങ്കിലേ പിന്നീട് അവൻ്റെ ജീവിതം എന്തായി പോകുമായിരുന്നു. ഇതിപ്പം കല്യാണത്തിന് മുന്നേ തന്നെ അവൾ ഒളിച്ചോടിപ്പോയത് എന്തുകൊണ്ട് നന്നായി. ബാ, നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് ജീവന്റെ കൈയും പിടിച്ച് ജീവന്റെ അമ്മ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അതിന്റെ പിന്നാലെ അവരുടെ ബന്ധുക്കളും പോവാ. ഇതെല്ലാം കണ്ടും കേട്ടും ബാലൻ ആകെ തകർന്ന് അവിടെ നിൽക്കാൻ കേട്ടോ. ബാലന്റെ ആ തകർച്ച കാണുന്ന കൃഷ്ണമംഗലത്തുള്ള എല്ലാവർക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ്. അച്യുതൻ മനസ്സിൽ പറയും, എൻ്റെ മോൻ അങ്ങനെ കഴിവില്ലാത്തവനല്ല. ദേവമംഗലത്തുള്ള എല്ലാവരെയും ഈ നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും തലകുനിച്ച് നിൽക്കാൻ പാകത്തിനൊരു കാര്യം തന്നെയല്ലേ അവൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ മകൻ ഒരു ധീരൻ തന്നെയാ എന്നുള്ള രീതിയിൽ അച്യുതനും രാജശ്രീയും അവിടെ നിൽക്കുന്നത് കേട്ടോ. ഇതേ സമയം അനുശ്രീയുടെ ശ്രദ്ധയിൽ പെട്ടെന്ന് അലോക സീറ്റ് വെച്ച് താലിയും ഫോണും കാണുന്നത്. പെട്ടെന്ന് തന്നെ ആ താലി തന്റെ കയ്യിലെടുത്തിട്ട് കഴുത്തിലേക്ക് കെട്ടുകയാണ്. നീ എന്നെ കല്യാണം കഴിച്ചെന്ന് ഇവിടെയുള്ള എല്ലാവരുടെയും മുന്നിൽ ഞാൻ വരുത്തി തീർക്കുവടാ. ഞാൻ ഒറ്റയ്ക്ക് തെറ്റുകാരിയാകില്ല, എന്നോടൊപ്പം നീയും തെറ്റുകാരനാവുക തന്നെ ചെയ്യും. എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് നീ വലിയ കാശുകാരിയായിട്ടുള്ളൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സമാധാനത്തോടെ കൃഷ്ണമംഗലത്ത് ജീവിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്. അതൊരിക്കലും നടക്കില്ല. എന്തായാലും എൻ്റെ വീട്ടുകാരെ അപമാനിക്കപ്പെട്ട് നിന്നതുപോലെ അതിന് പകരമായിട്ട് നിൻ്റെ ജീവിതത്തിൽ ഞാനുണ്ടാകും. നിന്നെ എങ്ങനെ നശിപ്പിക്കണമെന്ന് എനിക്കറിയാം. ഇനി അതുമാത്രമാടാ എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന് അനുശ്രീ വാശിയോടെ പറയണം കേട്ടോ. എന്നിട്ട് ആ വണ്ടിയിൽ നിന്ന് തല കുനിച്ചിറങ്ങി വരിക. അപ്പം അലോക ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അനുവിനെ. അതുകൊണ്ട് തന്നെ പറയും, കണ്ടോ അനു, ഞാനിവളെ എൻ്റെ കൂടെ കൊണ്ടുവന്നതാ എങ്ങനെയെങ്കിലും നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകാനായിട്ട്. അപ്പം അനുശ്രീയുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാല എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുകയാണ് കേട്ടോ. അത് കാണുമ്പോഴത്തേക്കും ഗോമതി ഓടിച്ചെല്ലുക. നീ എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്, ഈ കുടുംബത്തെ മുഴുവനും വഞ്ചിച്ചുകൊണ്ട് ഇവനെ കല്യാണം കഴിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി എന്ന് ഗോമതി അടുത്ത് നിന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പം അലോകം തിരിഞ്ഞു നോക്കുവാണേ. അപ്പോഴാണ് അനുശ്രീയുടെ കഴുത്ത് കിടക്കുന്ന താലിമാല കാണുന്നത്. അപ്പം അലോകൻ ഞെട്ടി നിൽക്കാണ്. ഇവളതെടുത്ത് കഴുത്ത് കെട്ടിയോ, ഇവൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു നിമിഷം പതറി നിൽക്കുകയാണ് കേട്ടോ. അമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ ഗോമതിയുടെ കാലിലേക്ക് വീഴാണ്. അനുശ്രീ, നീ മിണ്ടിപ്പോകരുത്. ഇവനെ കല്യാണം കഴിക്കാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാടി ഞങ്ങളെ എല്ലാവരെയും കൂടി വഞ്ചിച്ച് നിന്റെ കല്യാണം ഇത്ര വരെ എത്തിച്ചത് എന്ന്
ഗോമതി ചോദിക്കും കേട്ടോ. അപ്പം അനുശ്രീ പറയും, അലോക് അവൻ പേടിച്ചിട്ടാ ഇങ്ങനെ കള്ളങ്ങളൊക്കെ പറയുന്നത്. അവനാ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ അവൻ്റെ പിന്നാലെ പോയത്. അവനെ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞു. അത് കണ്ടില്ലെന്ന് ഞാൻ എങ്ങനെയാണ് അമ്മയെ നടിക്കുന്നത്? ഞാൻ കാരണം ഒരാൾ മരിക്കുക അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന അലോകിനെ മറന്നുകൊണ്ട് ഞാൻ മറ്റൊരു ജീവിതം തുടങ്ങിയാലും എനിക്കവിടെ സമാധാനം കിട്ടുമോ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തെറ്റ് ചെയ്തത് എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും കൃഷ്ണമംഗലത്തുള്ള എല്ലാവർക്കും സന്തോഷമാവുകയാണേ. പ്രത്യേകിച്ച് രാജശ്രീക്ക്. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെൻ്റെ മകൻ നടത്തി തന്നിരിക്കുന്നു. പിന്നെ എന്തിനാ ഇവൻ ആദ്യം ഇവിടെ വന്നിങ്ങനെ കള്ളം പറഞ്ഞത്? ഓ, അനുശ്രീ തെറ്റുകാരിയാണെന്ന് എല്ലാവരെയും ബോധിപ്പിക്കാനായിരിക്കും എന്ന് രാജശ്രീ മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. അപ്പം അച്യുതന് സന്തോഷമാവുക. അനുശ്രീ കൃഷ്ണമംഗലത്തെ മരുമോളായി വരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അത് എൻ്റെ മകനായിട്ട് നടത്തി തന്നു. ഇനി ഒരിക്കലും അവനെ ഞാൻ കഴിവുകെട്ടവനെന്ന് പറയില്ല. എൻ്റെ മകൻ കഴിവുള്ളവൻ തന്നെയാണ്. എൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ളവൻ എന്ന് അച്യുതന് മനസ്സിൽ പറയാൻ കേട്ടോ. അപ്പോൾ ബാലനാണെങ്കിൽ ആകെ തകർന്ന പടി അവിടെ നിൽക്കുകയാണ്. തൻ്റെ മകള് തന്നോട് ഇത്രയും വലിയൊരു ചതി ചെയ്യുമെന്ന് ബാലൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. എന്ന് ഗോമതിയാണെങ്കിൽ അനുവിനെ തള്ളി മാറ്റാണ്. നിനക്ക് എങ്ങനെ തോന്നിയടി എന്നോട് ബാലേട്ടനോടും ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യാൻ? നിന്റെ അച്ഛനെ നോക്കടി നീ അങ്ങോട്ട്. ആ മനുഷ്യൻ തകർന്നു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിന്നെ ഇന്ന് വരെ ഒരു ചെറിയ കമ്പ് കൊണ്ടെങ്കിലും തള്ളിയിട്ടുണ്ടോ? അതുപോലെ താഴത്തും തലയിലും വെക്കാതല്ലേ നിന്നെ എല്ലാവരും കൂടി വളർത്തി വലുതാക്കിയത്. എന്നിട്ട് ആ മനുഷ്യനെ കൊടുക്കാവുന്നത് വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ എൻ്റെ മകൾ കൊടുത്തല്ലോ. ഇവൻ ഇവിടെ വന്ന് നിന്നെപ്പറ്റി ഓരോന്നൊക്കെ പറഞ്ഞപ്പോൾ പോലും അതൊന്നും വിശ്വസിക്കാത്തവരാ ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങളുടെ അനിക്കുട്ടി അങ്ങനൊരു തെറ്റ് ചെയ്യില്ലെന്ന് ഞങ്ങൾ കരുതി. ഇനി എനിക്ക് ഇങ്ങനൊരു മകളില്ല. എൻ്റെ മകള് ഈ നിമിഷം ഇവിടെ വെച്ച് മരിച്ചു എന്ന് തന്നെ ഞാൻ കരുതിക്കോളാം എന്ന് ഗോമതി പറയണം കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും അച്യുതൻ പറയും, അതെന്ത് വർത്തമാനോ ഗോമതി നീ ഈ പറയുന്നത്? ഞങ്ങളും ഒരിക്കൽ ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ട് നിന്നിട്ടുണ്ട്. ആ ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ കല്യാണത്തിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കി വെച്ചിട്ട് കല്യാണത്തലേന്ന് നീ ഒളിച്ചോടി പോയപ്പോൾ പിറ്റേ ദിവസം വന്ന വരൻ്റെ വീട്ടുകാരുടെ മുന്നിൽ മറുപടി ഇല്ലാതെ ഈ ഞാൻ ഉൾപ്പെടെ കൃഷ്ണമംഗലത്തുള്ള ഓരോരുത്തരും അപമാനിക്കപ്പെട്ട് നിന്നിട്ടുണ്ട്. ഇപ്പം നിനക്ക് മനസ്സിലായോടി? അതേ വേദന തന്നെ നിന്റെ മകള് തന്നെ തിരിച്ചു തന്നപ്പം നിനക്ക് നെഞ്ചു പൊട്ടുന്നുണ്ടല്ലേ? നിനക്ക് എന്ത് അർഹതയുണ്ട് അവളെ ശിക്ഷിക്കാൻ എന്ന് ഗോമതിയോട് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഗോമതി പറയും, അച്യുതേട്ടൻ ഇതിൽ ഇടപെടണ്ട. ഇത് ഞാനും എൻ്റെ കുടുംബത്തിലുള്ളവരും തമ്മിലുള്ള പ്രശ്നമാണ്. അത് ഞാൻ തീർത്തോളാം. എന്ത് പ്രശ്നം? ഇപ്പോൾ അവളെ കൃഷ്ണമംഗലത്തെയാ എന്ന് രാജശ്രീയും അപ്പോൾ അവിടെ നിന്ന് പറയാൻ കേട്ടോ. അതെ, നിങ്ങളെടുത്തോ. എനിക്കിനി ഇങ്ങനൊരു മകളില്ല. എൻ്റെ കുടുംബത്തെ മുഴുവനും കണ്ണീരിലാക്കിക്കൊണ്ട് ഇവനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൂടെ തന്നെ അവൾ അവിടെ താമസിച്ചോളും എന്ന് ആ ഗോമതി പറയണം കേട്ടോ. അത് കേൾക്കുമ്പം അനുവാണ് നെഞ്ച് തകർന്ന് അവിടെ നിൽക്കുക. നേരെ ബാലൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അച്ഛ എന്ന് വിളിച്ചുകൊണ്ട്. അപ്പോൾ അനുശ്രീ വരുന്ന കാണുമ്പോൾ തന്നെ ബാലനാണെങ്കിൽ പിന്നിലേക്ക് മാറുക. എന്നിട്ട് തിരിഞ്ഞങ്ങോട്ട് നടക്കുക. നീ എന്തിനാടി വീണ്ടും എൻ്റെ ബാലേട്ടനെ വേദനിപ്പിക്കാനായിട്ട് അവിടേക്ക് ചെല്ലുന്നത്? ഇറങ്ങി പൊക്കോണം എന്ന് പറയണം കേട്ടോ. അപ്പം ധർമ്മനും ആകാശും ആര്യനും ഒക്കെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുക. അപ്പം ധർമ്മൻ ചോദിക്കും, നിനക്ക് ഇവനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കാൻ കിട്ടിയില്ലേ? അല്ലെങ്കിൽ തന്നെ പിന്നെ നീ എന്തിനാ ജീവനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചത്? നിന്റെ ഭാഗത്തെ ന്യായത്തിന് വേണ്ടി എപ്പോഴും എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരുന്നതല്ലേ ഈ മാമൻ പോലും. എന്നിട്ട് ഈ കുടുംബത്തെ നിനക്ക് ചതിക്കാൻ കഴിഞ്ഞു അനുക്കുട്ടി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ആര്യനും ആകാശം പറയും, ഇനി ഞങ്ങൾക്ക് ഇങ്ങനൊരു പെങ്ങളില്ല. എന്നാണോ ഞങ്ങളുടെ സ്നേഹത്തെ മറന്നുകൊണ്ട് നീ ഇവനെ തിരഞ്ഞെടുത്തത്, അപ്പം തന്നെ നിനക്കിൻ്റെ മനസ്സിൽ ഇവനാ സ്ഥാനമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇനി ചേട്ടന്മാർ ാണ് എന്നും പറഞ്ഞ് ഈ വീടിൻ്റെ പരിസരത്ത് പോലും നീ വന്നേക്കരുത് എന്ന് നെഞ്ച് തകർന്നുകൊണ്ട് ആര്യനും ആകാശം പറയാൻ കേട്ടോ. എല്ലാം കൊണ്ടും അനു ആകെ തകർന്ന് തരിപ്പിടമായിട്ട് അവിടെ നിൽക്കുക. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ട് നിൽക്കുന്ന അലോക് പറയും, ഇവള് പറയുന്ന കള്ളവാ, അങ്ങനൊന്നും അല്ല എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുന്ന ധർമ്മം പറയും, നാണം ഉണ്ടോടാ അനു? അവൾ ധൈര്യം കാണിക്കുന്നുണ്ട്. ആ ധൈര്യം പോലും നിനക്കില്ലേ? ഒരു പെണ്ണിൻ്റെ കഴുത്ത് താലി കെട്ടിയിട്ട് അത് നിഷേധിക്കാൻ മാത്രം ഇത്രയ്ക്കും പേടിത്തൊണ്ടനായിരുന്നോ നീ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് രാജശ്രീയും അതുപോലെ അച്യുതനും അങ്ങോട്ട് വരിക. എടാ ആലോകെ, നീ എന്തിനാ ഇനി കള്ളങ്ങൾ പറയുന്നത്? നീ അവളെ താലി കെട്ടി സ്വന്തമാക്കിയെന്ന് ധൈര്യത്തോടെ പറയടാ. നിന്റെ അമ്മയും അച്ഛനും ദേ എല്ലാവരും നിന്റെ ഒപ്പമുണ്ട് കേട്ടോ അലോകെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലോക് പറയാം, അമ്മ അച്ഛ നിങ്ങളെങ്കിലും ഒന്ന് വിശ്വസിക്കുക എന്ന് പറയാൻ കേട്ടോ. എടാ നീ പേടിക്കണ്ടടാ, നിന്റെ കൂടെ ഞങ്ങളുണ്ട്. നീ എടുത്ത ഈ തീരുമാനം എന്തുകൊണ്ടും ശരിയായത് തന്നെയാ. അവള് കൃഷ്ണമംഗലത്ത് ജീവിക്കുന്ന ഓരോ നിമിഷവും ഈ ബാലനും കുടുംബവും നെഞ്ച് തകർന്ന് ഇവിടെ ഉണ്ടാകും. അത് തന്നെയാടാ എനിക്ക് കാണേണ്ടത് എന്ന് പറയാൻ കേട്ടോ. അപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്കും അലോക് മനസ്സിൽ പറയും, എൻ്റെ ദൈവമേ, ആരും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്ന പോലും ഇല്ലല്ലോ.
ഇവള് ഇതെന്ത് ഉദ്ദേശിച്ചുകൊണ്ടാ ആ താലി അവിടെ വെച്ചിട്ട് പോയത് തെറ്റായി പോയത്. ഇവളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ കയറി കൂടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം അനുശ്രീയൊക്കെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണേ. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ട് നിൽക്കുന്ന മീനുവിനും മിത്രയ്ക്കും ഇതൊന്നും വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. അലോകിൻ്റെയും അതുപോലെ അനുവിൻ്റെയും രീതികളെല്ലാം സൂക്ഷിച്ച് നോക്കി നിൽക്കുകയാണ് കേട്ടോ. മീനു എന്തോ ഇതിനിടയിൽ നടന്നിട്ടുണ്ട്, അല്ലാതെ അനു ഇങ്ങനൊരു തെറ്റോ ഒരിക്കലും ചെയ്യത്തില്ല എന്ന് തന്നെ അനുശ്രീ പറയണ, പക്ഷെ മനസ്സിൽ പറയണം കേട്ടോ. പക്ഷെ ഇതിപ്പം മറ്റാരോടും പറയാനുള്ള അവസ്ഥയിലല്ല. കാരണം മീനു ഇപ്പം എന്തെങ്കിലും പറഞ്ഞാലും ആരും അത് വിശ്വസിക്കാൻ പോകുന്നുമില്ല. അങ്ങനെ ദേവമംഗലത്തുള്ളവരെല്ലാം തകർന്ന് തരിപ്പണമായിട്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാതെ അനുശ്രീ ആണെങ്കിൽ ആ മുറ്റത്ത് നിലത്തേക്കിരുന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പം അത് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് നന്ദിനി അടുത്തേക്ക് വരിക. മോളെ, നീ എന്തായാലും അലോകിനെ കല്യാണം കഴിച്ചു. നീ ഇനി മുതൽ കൃഷ്ണമംഗലത്തെ മരുമകളാ. നീ ഇവിടെ തനിയെ. ഇനി ഒരിക്കലും ബാലനോ ഗോമതിയോ നിന്നോട് ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല. ഒരമ്മയുടെ വേദന അതെനിക്ക് മനസ്സിലാകും. ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളവളാ ഞാനും ഒരിക്കൽ. അതുകൊണ്ട് മോള് വാ എന്ന് പറഞ്ഞ നന്ദിനി കൃഷ്ണമംഗലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ നമ്മുടെ അനുശ്രീയെ. അപ്പം രാജശ്രീയും കൂടെയുണ്ട്. പെട്ടെന്ന് ഇതെല്ലാം കണ്ടും കേട്ടും നിന്ന ഇന്ദ്രാമയാണെങ്കിൽ ആകെ തകർന്നു നിൽക്കുക. എങ്കിൽ പോലും കൃഷ്ണമംഗലത്തേക്ക് കയറി ചെല്ലുമ്പം പറയും, അവൾ നമ്മുടെ മരുമോളാ. അതുകൊണ്ട് തന്നെ നിലവിളക്ക് കയ്യിൽ കൊടുത്തു വേണം അവളെ രാജശ്രീയെ അകത്തേക്ക് ആനയിക്കാൻ എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ രാജശ്രീയും നന്ദിനിയും കൂടി വിളക്കൊക്കെ റെഡിയാക്കിക്കൊണ്ട് അനുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അലോകാണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടി അനുവിൻ്റെ അടുത്തേക്ക് നീങ്ങി നിൽക്കുക. എന്ത് കരുതിയാടി നീ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്? എൻ്റെ ഭാര്യയായിട്ട് ഈ കൃഷ്ണമംഗലത്ത് നിനക്ക് ജീവിക്കാമെന്ന് കരുതിയോ? ഇത് നിൻ്റെ വെറും വ്യാമോഹ മോളെ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അനുശ്രീ ആരും കേൾക്കാതെ അലോകിൻ്റെ ചെവി പറയും, എൻ്റെ ജീവിതം തകർന്നിട്ട് നീ അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്കും ഒന്ന് കാണണം. ഇനി ഈ അനുശ്രീ തീരുമാനിക്കും നിന്റെ ജീവിതം എങ്ങനെ പോകണമെന്ന്. നീ കണ്ടോ എന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പം അലോകാകെ ഒന്ന് ഭയക്കുന്നുണ്ട്. കാരണം അനുശ്രീക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല. തനിക്കാണെങ്കിൽ ഒരുപാടുണ്ട് താനും. രണ്ടും കൽപ്പിച്ച് തന്നെ കൃഷ്ണമംഗലത്തേക്ക് നമ്മുടെ അനുശ്രീ വലത് കാല് വെച്ച് കയറുകയാണ് കേട്ടോ. ഇത് അലോകിൻ്റെ ജീവിതത്തിൻ്റെ അധപ്പതനം ഇവിടെ ആരംഭിക്കുകയാണ്. അനു നമ്മുടെ അലോകിനെ ഇട്ട് നട്ടം തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അനുവിൻ്റെ നിരപരാധിത്വമൊക്കെ നമ്മുടെ മീനു തെളിയിക്കുകയും ചെയ്യും കേട്ടോ. അതുമാത്രമല്ല, ഇതിനെല്ലാം ഇടയിൽ ഇപ്പം താനൊരു തെറ്റുകാരി പോലും അല്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സുകന്യ ഉണ്ടല്ലോ. സുകന്യയുടെ സകല തെറ്റുകളും നമ്മുടെ മീനാക്ഷിയും ഇത്രയും കൂടി പുറത്തു കൊണ്ടുവരും. ദേവമംഗലത്തുള്ള എല്ലാവരും സുകന്യയുടെ യഥാർത്ഥമൊക്കെ തിരിച്ചറിയുകയും ചെയ്യും. ഇതൊക്കെ പോകെ വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുമേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും